എനിക്ക് അറിയാവുന്ന എന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ സഹോദരന്മാരിന് പറഞ്ഞു കേട്ട ഒരു ശർമാജി എന്ന് പറഞ്ഞ ഒരാൾ അമർക്കണ്ടക്കിൽ ഒരു ചെറിയ തോതിൽ ഒരു ആശ്രമം ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരുന്നു അത്രേ. അദ്ദേഹം ഒരു എൻജിനീയറായിരുന്നു. എനിക്ക് തോന്നുന്നു തെലുങ്കോ കർണാടകമോ ആണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു സന്യാസിയിൽ നിന്ന് ദീക്ഷ മേടിച്ച് സാധന ചെയ്തുകൊണ്ടിരുന്നു. ആ സാധനയിൽ നല്ല നല്ല ഉള്ള അനുഭവങ്ങൾ ഉണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആവേശവും ഉത്സാഹവും കൂടി ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു, ദാ നോക്കൂ എൻ്റെ സഹധർമ്മിണി, ഞാനിനി വീട്ടിലിരുന്ന് ജോലി നോക്കി സമ്പാദ്യം സാധിക്കില്ല, ഞാൻ പോവാണ്. നിനക്കെൻ്റെ കൂടെ വരണമെങ്കിൽ വരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, കുട്ടികളെ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കി നോക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന്. ഞാൻ ഈ കഥ പറയണത് ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞങ്ങോട്ട് പോകാനല്ല, നിങ്ങളോട് ചോദിക്കാനാ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും കുട്ടികളോട് ആ ചോദ്യം ചോദിക്കണം. അപ്പോഴേ കഥ പറച്ചിൽ അന്വർത്ഥമാവുള്ളൂ. അവർ പറഞ്ഞു, ശരി ഞാൻ വരാം, എന്നാൽ കുട്ടികളെ കൊണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. കുട്ടികളെ കൊണ്ടാക്കി. എന്നിട്ട് അവർ പോയത് മധ്യപ്രദേശിൽ നർമ്മദാ നദി തുടങ്ങുന്ന സ്ഥലമുണ്ട്, അമർകണ്ടക് എന്നാണ് പറയുക അവിടെ. ആ സ്ഥലത്തെത്തി. അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെയായി. അപ്പോൾ കാട്ടിൽ നിന്ന് അറിയാവുന്ന ചില ഇലകൾ, അപകടമില്ലാത്ത ഇലകൾ എടുത്ത് കഴിക്കൂ. അത് അവിടെ വന്നിട്ടുള്ള ചില ആൾക്കാർ, ഗ്രാമവാസികൾ കണ്ടു. അന്ന് മുതൽക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി. അവരെന്തായിരുന്നു? അമർകണ്ടക് ഈ നർമ്മദാ പരിക്രമം എന്നൊന്നുണ്ട്. നർമ്മദാ നദിയെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കുകയാണ്. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ കൊല്ലവും ഇന്നും ഉണ്ട്. അത് സമുദ്രത്തിലെത്തിയാൽ സമുദ്രത്തിൽ ബോട്ടിൽ കയറി നീന്തി അപ്പുറത്ത് ചെന്ന് അങ്ങനെ പ്രദക്ഷിണം വെച്ച് മുഴുവനാക്കും. മാസങ്ങൾ എത്ര ദിവസം എടുക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ വരുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. അവരെത്ര ആൾ വന്നാലും അവർ ഭക്ഷണം കൊടുത്ത് അവരെ സ്വാഗതം ചെയ്യും അത്രേ. അപ്പോൾ പുരുഷോത്തമ സ്വാമിജി, നമ്മുടെ സഹോദരൻ സ്വാമിജി ചോദിച്ചു അത്രേ, എത്ര ആൾ വന്നാലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഉവ്വ പറ്റും. എന്താ? നമ്മുടെ കയ്യിൽ ഭക്ഷണമുള്ളതനുസരിച്ചേ ഈശ്വരൻ ആൾക്കാരെ പറഞ്ഞയക്കുള്ളൂ എന്ന്. ഇതേവരെ വന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്കൊക്കെയുണ്ട് ഈശ്വര വിശ്വാസം, പക്ഷേ ഇങ്ങനെയൊരു വിശ്വാസം കാണില്ല. ചെറിയ കാര്യങ്ങൾക്ക് ഈശ്വരനെ വിശ്വസിക്കാമെങ്കിൽ വലിയ കാര്യങ്ങൾക്കും വിശ്വസിച്ചൂടെ? തപോധനന്മാർക്കും സന്യാസിമാർക്കും ഭക്തന്മാർക്കും ഈശ്വരനെ കണ്ണടച്ച് വിശ്വാസിച്ച് ജീവിക്കാമെങ്കിൽ ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്കും അതേ ഈശ്വരനെ വിശ്വസിച്ചൂടെ? നിങ്ങളെ നോക്കാനാണല്ലോ ഭഗവാൻ എളുപ്പം. സന്യാസിമാരെ നോക്കാനല്ലേ ബുദ്ധിമുട്ട്? അവരൊന്നുമില്ലാത്തവരാ. ഇന്നൊരു സ്ഥലത്ത് നാളെ വേറെ ഒരു സ്ഥലത്ത്. വലിയ വിഷമമാണ്. രണ്ട് ഈശ്വരനൊന്നുമില്ല, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ലീലാവിലാസമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. ഈ പ്രപഞ്ചം മുഴുവനും ഇവിടെ എത്രയെത്ര ജീവജാലങ്ങളാണ്. ആ ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം വേണ്ടേപ്പാ. എത്ര ജീവജാലങ്ങളുണ്ടോ അതിനുള്ള ഭക്ഷണവുമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ള അരിയും ഗോതമ്പിനെ പറ്റിയിട്ടാണ്. നമ്മൾക്കുള്ള അരിയും ഗോതമ്പോ കൂടുതൽ, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്ക് വേണ്ട ഇരകളോ കൂടുതൽ, ആഹാരപദാർത്ഥങ്ങളോ കൂടുതൽ. അതിന് വല്ല കുറവും വന്നിട്ടുണ്ടോ? മലമ്പാമ്പിന് അതിൻ്റെ ഭാരം കൊണ്ട് ഇഴഞ്ഞ് ഓടിപ്പോയി ഇര പിടിക്കാൻ പറ്റില്ല. ആ മലമ്പാമ്പ് കിടന്നോടത്ത് കിടന്ന് വായ ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പക്ഷിയൊക്കെ പറക്കുമ്പോൾ അതിനറിയാതെ ആ വായുടെ ഇതിയെ പോകുമ്പോൾ ഒറ്റ മൂടലാൻ മൂടും. അങ്ങനെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ പാമ്പ്, മലമ്പാമ്പ് വംശമറ്റിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയണേ? മിണ്ടണ്ട.